അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ് ദീൻ വൽ ഖുർആൻ. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إننا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നീ ഭൗതികത്തിൽ ആണ്ടുപോണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധ്യവും ഇല്ലയോ? കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, ഒഴുകുന്നതാണേ തോടുപോൽ കണ്ണീരുകൾ. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. ഇതിൽ ചെന്ന് വീഴാതാകണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ദയ്യാനേ. മുജാഹിദ് ആദർശ സംരക്ഷണ വേദി ഈ ഇരുവേറ്റി പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള മടവൂരി നവമടവൂരി കുപ്രചരണങ്ങൾക്ക് മറുപടി എന്ന ഈ പരിപാടിയിൽ ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഗണന പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ അതിനു മുമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മതപ്രഭാഷണങ്ങളിലുമെല്ലാം സന്നിഹിതരായിട്ടുള്ള ഇന്നീ പരിപാടി അതിന്റെ തുടർച്ചയായി കേൾക്കുവാൻ എത്തിയിട്ടുള്ള സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ബഹുമാനികളെ, നല്ലവരായ നാട്ടുകാരെ, സുദീർഘമായ ഒരു ആമുഖത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ലാത്ത വിധം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ പശ്ചാത്തലങ്ങളെല്ലാം ഭംഗിയായി അവതരിപ്പിച്ച സ്വാഗത ഭാഷണത്തിലൂടെ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടാകും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വിശിഷ്യ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന
വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ അതിനെ മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അടങ്ങുന്ന ആ സലഫുകളുടെ പാതയിലൂടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്ക് നേരെ, നിഷ്കളങ്കരായ എഴുത്തുകാർക്ക് നേരെ അവരെ പ്രമാണത്തിനോടുള്ള പ്രതിബദ്ധത പുലർത്തുന്നു എന്ന കാരണത്താൽ ഈ ആദർശം വളച്ചുകെട്ടില്ലാതെ പറയുവാൻ കേരളത്തിൽ ഈ പണ്ഡിതന്മാരല്ല, വേറെ ഒരു പണ്ഡിതന്മാരില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ അവർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പിന്തുണ നൽകിക്കൊണ്ട് ആ മഹത്തായ പ്രബോധന മേഖലയിൽ പങ്കെടുക്കുന്ന സജീവരായ മുജാഹിദ് പ്രബോധകന്മാർക്ക് നേരെയും സഹോദരങ്ങളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് പുലർന്നുപോയ ഇതിന്റെ സകലമാന സ്രോതസ്സുകളും പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പ്രസ്ഥാനം ഈ പുലർന്നു പോയിട്ടുള്ള ഈ നേതാക്കന്മാർക്ക് ഇതിൽ നിൽക്കുന്ന കാലത്ത് നൽകിയ ആദരവുകളും ബഹുമാനങ്ങളും മുതലെടുത്തുകൊണ്ട് ഇതിനകത്ത് സമാന്തര സംഘടന ഉണ്ടാക്കി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ കീറിമുറച്ച് പുറത്തുപോയ മടവൂരികൾ അവര് പരിപൂർണമായും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കിയ സലഫുകളുടെ മാർഗത്തിൽ നിന്ന് വിദൂരമാണ് എന്ന് പോയവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി പ്രാമാണികമായി ആധികാരികമായി ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ, അതിന്റെ പണ്ഡിതന്മാർക്ക് നേരെ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുവാൻ കഴിയാതെ പ്രയാസപ്പെട്ട മടവൂരികൾ അവരുടെ മർക്കസ് ദഅവ എന്ന് പറയുന്ന കുതന്ത്രത്തിന്റെ ആലയത്തിൽ വെച്ച് വളരെ ചിന്തിച്ചതിന് ശേഷം അവർ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു ആരോപണമാണ് മൻഹജ് വാദം പിശാച് സേവയിലേക്കും അന്ധവിശ്വാസത്തിലേക്കും വലിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് മുജാഹിദുകളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ സമ്മതിക്കില്ല എന്ന ഒരു മുദ്രാവാക്യം ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലാത്ത ഒരു വാദം അവർ മെനഞ്ഞുണ്ടാക്കി കെട്ടിവെച്ച് നിലനിൽപ്പിന് വേണ്ടി അവർ കേരളത്തിൽ ഓടി നടന്നു. എന്നാൽ കഴിഞ്ഞ 80 വർഷങ്ങളില്ലാത്ത ഉജ്ജ്വലമായ വിജയം സഹോദരങ്ങളെ ഈ മടവൂരികൾ ഇതിൽ നിന്ന് പുലർന്നു പോയതിനു ശേഷം ഈ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായി. അത് നാൾക്ക് നാൾ പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു. അതിന്റെ പരമകാഷ്ടയിലേക്ക് അതെത്തുന്ന ആ ഒരു അന്തരീക്ഷം നോക്കിക്കണ്ട് നിരാശാബാധിതരായിക്കൊണ്ട് മടവൂരികൾ ആയുധം വെച്ച് കീഴടങ്ങുന്നൊരവസ്ഥയാണ് നാം കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു പുനർജീവിതം ലഭിച്ച പോലെ, ഒരു പുതിയ ഊർജം ലഭിച്ച പോലെ, ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദുകളെന്നും ഞങ്ങൾക്ക് മാത്രമേ തൗഹീദ് പറയുവാൻ കേരളത്തിൽ ധാർമ്മിക അവകാശമുള്ളൂ എന്നും അവർ പറയുന്ന ഒരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തു നിന്ന് ഒരു കോക്കസ് അവരുടെ താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി കളിച്ച കളിയിലൂടെ എത്തിപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിലനിൽപ്പിന് വേണ്ടി മടവൂരികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആരോപണം, ആ ആരോപണത്തിൽ ഏറ്റവും നൂതനമായ ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഈ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം ഉദ്ദേശിച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ വിവാദം, അത് ഏറ്റുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാദം സഹോദരങ്ങളെ ഇസ്ലാഹ് മാസികയിലെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. അതുപോലെ തന്നെ ആ ഇസ്ലാഹ് മാസികയിൽ കൃത്യമായ അന്ധവിശ്വാസങ്ങൾക്ക് നേരെ, ആദർശ വൈരികളുടെ ആദർശ പാപ്പരത്തങ്ങൾക്ക് നേരെ തൂലികയുന്തുന്ന, കേരളക്കരയിൽ തൗഹീദ് പ്രബോധനം ചെയ്ത് അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന
സക്കരിയ സ്വലാഹിയെ പോലെയുള്ള മുവഹിദുകൾക്ക് നേരെയും ആ ആരോപണങ്ങൾ അവർ തുടർന്നു കൊണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാഹ് മാസിക എന്ന തൗഹീദിന്റെ അക്ഷരശബ്ദം തലവേദനയാണ്. അവരുടെ വ്യതിയാനങ്ങൾ ഓരോന്നായി വളരെ ആധികാരികമായി സരളമായ ശൈലിയിലും അതുപോലെ തന്നെ വാളിനേക്കാൾ മൂർച്ചയുള്ള വളരെ കട്ടായമായ ശൈലിയിലും യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും സ്വാധീനമുണ്ടാകുന്ന തലത്തിൽ ആ ഉജ്ജ്വലമായ തൂലിക അതിന്റെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടുപോകുന്നത് മടവൂരികൾക്കും സമസ്തയിലെ APEK സംസ്ഥാന പോലെയുള്ള തീവ്ര സുന്നികൾക്കും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കണം, അതിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. ആ വെളിച്ചം ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ വായകളിലൂടെ കടന്നു വരുന്ന ആ ആധികാരികമായ ശബ്ദം തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ വമ്പിച്ച സ്വീകാര്യതയാണ്. അതോടൊപ്പം തന്നെ ഈ തൂലികയിലൂടെ കടന്നു വരുന്നത് കൂടെ വന്നാൽ പിന്നെ നാം ഇവിടെ നിർജീവമായി പോകുമെന്ന് മനസ്സിലാക്കിയ മടവൂരികൾ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഒരു കുമിള, ആ കുമിള സഹോദരങ്ങള് ഇന്ന് ചില ആളുകൾ സംരക്ഷിച്ച് പൊട്ടാതെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമുക്കറിയാം, മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വന്ന് പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന് പ്രാമാണികമായി മറുപടി പറയണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന സമ്മേളനത്തിന്റെ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് കാര്യമായി ശിർക്കാരോപണ സമ്മേളനമാണ് അനസ് മുസ്ലിയാർ വന്ന് നടത്തിപ്പോയത്. മടവൂരികളുടെ ഹദീസ് നിഷേധത്തെ പറ്റി പറഞ്ഞില്ല. അതുപോലെ തന്നെ ഈ സമസ്തയിലെ പണ്ഡിത വേഷധാരികൾ ഈ ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുത്തില്ല. കാര്യമായി അദ്ദേഹം വന്നിറങ്ങി കാര്യമായി പ്രസംഗിച്ചു പോയത് എല്ലാം നമ്മൾ കേട്ട വിഷയമാണ്. പിന്നീട് അതിന് ഒരു പ്രാമാണികമായ രൂപത്തിൽ മറുപടി പറയണമെന്നും തെറ്റിദ്ധരിച്ച ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും വിചാരിച്ച് യാസ്ർ അതിന് പകര എന്ന് പറയുന്ന മൗലവിയെ വന്നു. അതോടൊപ്പം തന്നെ KK സക്കരിയ സ്വലാഹി നന്ദിയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അതിന്റെ ബാക്കി സമയം വന്നിട്ട് ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വല്ല പുകമറിയുണ്ടെങ്കിൽ അത് തീർക്കാമെന്ന് വിചാരിച്ചു. പരിമിതമായ സമയത്തിൽ ആധികാരികമായി കുറിക്ക് കൊള്ളുന്ന രൂപത്തിൽ അനസ് മുസ്ലിയാർക്ക് മറുപടി നൽകിപ്പോയി. സക്കരിയ സ്വലാഹിയാണ് വന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വരാനുള്ള ഒരു ആവേശമുണ്ടായി. എന്നാൽ ഈ പരിപാടി ഇനി ഇൻഷാ അല്ലാഹ് കഴിഞ്ഞു പോയാൽ ഇനി ഇവിടെ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വരില്ല എന്നാണ് 99% നമുക്ക് പലയിടത്തും നമ്മൾ സംസാരിച്ചു പോയതിനു ശേഷമുള്ള അനുഭവം. ഇനി അത് ചിലപ്പോൾ അത് പറഞ്ഞതിന്റെ പേരിൽ തെറ്റിക്കാൻ വേണ്ടി അനസ് മൂലിയാർ വന്നുകൂടായില്ല. ഏതായാലും സഹോദരങ്ങളെ, മൂട്ടയെ കൊല്ലാൻ ഇരുമ്പലക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ഈ ക്ലിപ്പിംഗ് മറിമായത്തിന് ഒരു ചെറിയ ഡോസ് നൽകാമെന്ന് വിചാരിച്ച് ഇവിടെ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം മുവഹിദുകളെ ചേരിതിരിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ കൃത്യമാക്കണം എന്നതുകൊണ്ടും കാര്യമായിട്ട് ഇവിടെ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഈ മടവൂരികൾ അവരാണ് സത്യത്തിൽ ഈ പരാമർശങ്ങളെ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി സമസ്തയിലെ AP സുന്നികൾ സംവാദവേദികളിൽ ആ സംവാദവേദികൾക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ വിഷയത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് വഴിതെറ്റിച്ചു വിടാൻ ഇസ്ലാഹ് മാസികയിലെ പരാമർശങ്ങളെ എടുത്തുദ്ധരിച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അടിസ്ഥാന വിഷയം ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അതിനെപ്പറ്റി പറയാതെ വിട്ടുപോയ ഭാഗങ്ങൾ അവർക്ക് വേണ്ടി എടുത്തുദ്ധരിച്ചിട്ട് അവർ പറയാണ്, കണ്ടില്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെതിരെ ചോദ്യം ചെയ്തിട്ട് അനസ് മൗലവിയും ഹനീഫ കായക്കൊടിയും ഒന്നും മിണ്ടാതെ പോയി. അത് മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലി മദനി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്ന് തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ മുജാഹിദുകൾ ഞങ്ങളാണെന്ന് ഒരു ആശ്വാസ വചനവും പറഞ്ഞ് കടന്നുപോയ ആളാണ് അദ്ദേഹം. ഈ നിലനിൽപ്പിന് വേണ്ടി ആദ്യകാലത്ത് കളിച്ച കളി നിങ്ങളൊന്ന് കാണുക. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല,
ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹിയുദ്ദീൻ ഷേഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷേഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ്. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ ടിപിക്കും എപ്പിക്കൂല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ സക്കരിയാനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. അപ്പൊ സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹി അടങ്ങുന്ന ഒരു ടീം, അത് മൻഹജ് സലഫ് എങ്ങനെയാണോ കൃത്യമായി പഠിപ്പിച്ചത്, ആ സലഫുകൾ അംഗീകരിച്ച മാർഗത്തിലൂടെ നീങ്ങുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗം ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഉള്ളിടത്തോളം കാലം ഇതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ ഒലിക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് സക്കരിയാന് ടീമിന് പുറത്താക്കാത്തത് കാലം നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശമല്ല. ആരോടാ പറയുന്നത്? ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവിയോട്, അതുപോലെ TPയോട്. ആരാ പറഞ്ഞു തരുന്നത്? ഖുർആനിനെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പലതരത്തിലുള്ള മുഅ്ജിസത്തുകളെ നിഷേധിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ മൊഴിമുത്തുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട സ്വഹീഹുൽ ബുഖാരി അടങ്ങുന്ന ആ ഗ്രന്ഥങ്ങളെ നടുറോട്ടിൽ ചവച്ചു തുപ്പി പരിഹസിക്കുന്ന ഹദീസ് നിഷേധിയായ സലാം സുല്ലമയുടെ മൈക്ക അലിമൊല്ലാക്കിയാണ് പറഞ്ഞിരുന്നത്, നിങ്ങൾ സക്കരിയാന ടീമിന് പുറത്താക്കാത്തോളം നിങ്ങൾക്ക് തൗഹീദ് പറയാൻ പറ്റൂല. അതിന് മൂപ്പര് തെളിവായി ഉദ്ധരിക്കുന്നതോ തഫ്സീറല്ല, നൗഷാദ് ഹസന്റെ ക്ലിപ്പ്. എന്താ? നൗഷാദ് ഹസന് പറയാണ്, നിങ്ങൾ ഈ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്ന് പറയുന്ന ഈ പിഴച്ച തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ യഥാർത്ഥ തൗഹീദിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ശിർക്ക് എടുക്കാനും പിരിക്കാനും പുതക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മുസ്ലിയാക്കന്മാര്, അന്ധവിശ്വാസത്തിന് വേണ്ടി ഖുർആനിനെ ഹദീസിനെ കോട്ടിമാറ്റുന്നവർ, ഷിയാക്കളുടെ സൈറ്റ് പോയി പരതി പലതരത്തിലുള്ള ദുർബലവാദങ്ങൾ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നവർ, അവർ രണ്ട് കൂട്ടരും ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരാണ്. നമ്മുടെ നേരെ ഈ ആരോപണം ഉന്നയിച്ച ആളുകളാരാ? ഒന്ന് ഈ ഖുബൂരികൾ, മറ്റൊന്ന് ഹദീസ് നിഷേധികൾ. ഇവര് പറഞ്ഞതനുസരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രവർത്തകരും ചലിച്ചാൽ ഉണ്ടാകുന്ന അപകടം അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ കാലം എത്രയും അവര് ഈ ലേഖനം ഉന്നയിച്ചുകൊണ്ട് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് വിമർശിച്ച് ചെറിയിൽ തോണ്ടിയപ്പോൾ അബ്ദുറഹ്മാൻ സലഫിക്ക് തോന്നി സലാസുലമി പഠിപ്പിച്ച തൗഹീദായിരിക്കും യഥാർത്ഥ തൗഹീദ്, ഇത് സത്യത്തിൽ വല്ലാത്തൊരു വിനയുള്ള തൗഹീദാണ് എന്ന് വിചാരിച്ച് മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. ഇനിയുള്ള സംവാദങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു കീറാമുട്ടി ഒന്ന് കൊത്തി കീറന്നെ വേണം. കാരണം ഇസ്ലാഹ് മാസികയും അതുമായി ബന്ധപ്പെട്ട നിർവചനവും നമുക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട നിർവചനം പണ്ഡിതന്മാര് സലഫുകൾ പഠിപ്പിച്ചത് നമുക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ ഖുബൂരികളുടെ ഉപദേശം ചിന്തിച്ച് ഈ മടവൂരികൾ വെച്ച് തന്ന ഏണിയിലൂടെ കയറി മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനം ഈ കാലമത്രയും പുലർത്തിപ്പോന്ന തൗഹീദിന്റെ നിർവചനം തച്ചുടച്ചു. മാലോകന്റെ മുമ്പിൽ ഖുബൂരി പുരോഹിതന്മാർ ആഘോഷിക്കുവാനുള്ള ഒരു അവസ്ഥ ഇവരുണ്ടാക്കി കൊടുത്തു. ആ രംഗം ഖേദകരമായ രൂപത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കണ്ടോളൂ. അടുത്ത ചോദ്യം ഏത്? മൂവാറ്റുപുഴയിലെ രണ്ടാമത്തെ ചോദ്യം. അല്ല കായക്കുടി, നിങ്ങളെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. ാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം.
എന്താ കായക്കുടിന്റെ മറുപടി എന്നറിയോ? ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. ജബ്ബാർ പണ്ടേ മുശ്രിക്കായിരുന്നത്രേ. അതിന് സെൻസിംഗ് പത്രത്തിന്റെ ഉദ്ധരണിയോട് കൂടെയാണ് അയാൾ പറഞ്ഞപ്പോ നമ്മളെ സദസ്സ് തക്ബീർ ചൊല്ലി. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ തക്ബീർ തൊഴിലാളികളെ? ഇന്നലെ കോടം പോയ വന്നു നോക്കും, മുജാഹിദികളാ തക്ബീർ ചൊല്ല ആദ്യം തന്നെ ഒരുങ്ങി വന്നിനി. മാറ്റങ്ങളുണ്ട്, ശരിയാക്കി തരാ, ഇരിക്കട്ടെ. പണ്ടേ മുശ്രിക്കാന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ ആഘോഷിക്കുന്ന ഭാഗം ഞങ്ങൾ പറയില്ല എന്നല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ് സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് കായക് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു, ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാഹി പ്രസ്ഥാനം ഒരിക്കലും തന്നെ പടച്ചതമ്പുരാനോട് മാത്രമായി ചോദിക്കേണ്ട കാര്യം, അഥവാ പടച്ചതമ്പുരാനോട് മാത്രമായി നൽകേണ്ട ദുആ, ആ ദുആ അല്ലാഹുവിന് പുറമെ ഒരു സൃഷ്ടികൾക്കും നൽകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സൂചിപ്പിക്കപ്പെട്ട ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ ഒരു വാദം ഒരിക്കലും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മടവൂരികൾ ഒരുപാട് കാലം നിലനിൽപ്പിന് വേണ്ടി ഉന്നയിച്ചു. അതുപോലെ പല സംവാദ വേദികളിലും ഈ ഇസ്ലാഹ് മാസിക തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് അവർ മുജാഹിദുകളുടെ നിലപാട് തെറ്റാണെന്ന് അവർ വരുത്തി തീർക്കാൻ വേണ്ടി വാചാലമായി ശ്രമിച്ചു. അതിനെല്ലാം മുജാഹിദ് പണ്ഡിതന്മാർ പ്രാമാണികമായി നൽകി പോന്നിട്ടുള്ള മറുപടികൾ, ആ മറുപടികൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ മുജാഹിദുകളെ മുഴുവനും യഥാർത്ഥത്തിൽ ശിർക്ക് ആരോപിക്കുന്ന രൂപത്തിൽ, മുസ്ലിയാക്കന്മാർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന മുവഹിദായ, ഇന്നും ആ വാദം എനിക്കില്ല എന്ന് ഈ നിമിഷം പോലും ഇവിടെ പ്രഖ്യാപിച്ച ആ വ്യക്തിയുടെ നേരെ പച്ചയായ ശിർക്ക് ആരോപണം നടത്തി. എന്നിട്ട് തെളിവായി ഉദ്ധരിച്ചതോ സമസ്തയിലെ AP വിഭാഗത്തിന്റെ തീവ്രമാസികയായ സെൻസിംഗിൽ അവരെഴുതിയ ഉദ്ധരണി. ആലോചിക്കണം നിങ്ങൾ, ഇവരുടെ മനക്കരുത്ത് എത്രയാണ്. ഇവർക്ക് എന്താണ് സഹോദരങ്ങളെ സംഭവിച്ചു പോയത്? മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്നിട്ടുള്ള തൗഹീദിന്റെ നിർവചനം, ആ നിർവചനം ഒരു കാലത്തും മാറ്റിയിട്ടില്ല. ആ മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുമേറ്റിട്ടില്ല. അത് ഏറ്റു എന്ന് മാലോകന്റെ മുമ്പില് ഇന്ന് സമസ്തയിലെ വിഭാഗവും മടവൂരികളും വേദി കെട്ടി കൊട്ടിഘോഷിക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ പറഞ്ഞ അബ്ദുറഹിമാൻ സലഫിയുടെ കോക്കസ്, ആ കോക്കസിന് വേണ്ടി ഓടി നടക്കുന്ന ഹനീഫ കായക്കൊടിയും അനസ് മുസ്ലിയാരുമാണ് എന്ന വേദനാജനകമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ കൃത്യമായി ക്ലിപ്പിട്ട് പറയുന്നതാണത്രേ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അദ്ദേഹം ഒരു നാടകം കളിച്ചത്. എന്ത്? സക്കരിയ സ്വലാഹി എന്നെ പറ്റി പറഞ്ഞോട്ടെ തെറി എനിക്ക് പ്രശ്നമല്ല. മൂപ്പര് സൈറ്റ് പരിശോധിച്ചാൽ തന്നെ തെറി നടിച്ചു കൊടുത്താൽ മൂപ്പരെ തെറി വരും. പറയുന്നത് കേട്ടാല് സക്കരിയ സ്വലാഹി സംസ്കാരമില്ലാത്ത രൂപത്തിൽ തെറി ഇങ്ങനെ പറയുന്ന ആളാണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ മടവൂരികൾക്ക് 7 മണിക്കൂറോളം മറുപടി പറഞ്ഞ കടവത്തൂരിലെ CD-യിൽ ഹദീസുകൾ നിഷേധിച്ചപ്പോൾ ധാർമ്മിക രോഷത്തിന്റെ ഭാഗമായി പൊട്ടന്മാരെ, വിഡ്ഢികളെ, കുബുദ്ധികളെ, കുതന്ത്രക്കാരെ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടി ഒന്നായിട്ട് എന്ത് ചെയ്തു? എഡിറ്റ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് തെറി. അത് അടിച്ചു നോക്കി അങ്ങക്ക് കിട്ടും. എന്നെ പറ്റി എന്തും പറഞ്ഞോട്ടെ, ഞാൻ തിരിച്ചു തെറി പറയില്ല. അപ്പൊ അനസ് മുസ്ലിയാരെ പറ്റി ആരൊക്കെയോ തെറി പറയുന്നു. എന്താ മൂപ്പരെ കണക്കാക്കി തെറി അറിയോ? മൂപ്പര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികൾ, മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത വേദികളില് മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന നിലപാട് ആർജവത്തോടു കൂടി പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് നമ്മൾ കേൾപ്പിക്കുന്നത് മൂപ്പർക്ക് ഭയങ്കര വിഷമമുണ്ട്. അതിനാണ് തെറി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ തെറി ഞങ്ങൾ ഇനിയും കേൾപ്പിക്കും.
അത് തെറിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ തന്നെ തെറി എന്ന് പറഞ്ഞോളി. അത് തെറിയല്ല, അത് നിങ്ങൾക്ക് തെറിയായി ചിത്രീകരിക്കേണ്ടി വരും. കാരണം എന്താ, അത് എങ്ങനെയെങ്കിലും ആരെങ്കിലും കേൾക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇടാതിരിക്കട്ടെ. ഞങ്ങൾ ഇടാതിരിക്കൂല, ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ മൂവാറ്റുപുഴയിൽ വെച്ച് മടവൂരികൾ ഒരുപാട് കാലം പണിപ്പെട്ടത് അതിന് ഫലം നിങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലെ? എന്നാൽ സഹോദരങ്ങളെ, ആ സംവാദത്തില് പങ്കെടുത്ത വന്ധ്യവയോധികനായ നൂറുദ്ദീനുൽ ലബ്ബാദാരിമി സമസ്തയിലെ അന്ധവിശ്വാസത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്നും വളരെ പ്രയാസവും പ്രതിസന്ധി സഹിക്കുന്ന ആ വ്യക്തി വ്യക്തമായി ഈ പണ്ഡിതന്മാരോട് പറഞ്ഞു കൊടുത്തിരുന്നു. എന്ത്? അവിടെ വെച്ച് മുസ്ലിയാക്കന്മാർ ഈ സംഗതി വലിച്ചിടും, ഇബാദത്തുൽ വലിച്ചിടും, ജിന്ന് വിഷയം വലിച്ചിടും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പണ്ഡിതന്മാര്, പൂർവികരായ പണ്ഡിതന്മാർ അഥവാ സക്കരിയ സുലാഹിയെ പോലെയുള്ള ആളുകൾ മണ്ണാർക്കാട് സംവാദത്തിലൊക്കെ വെച്ച് പറഞ്ഞ പോലെയുള്ള വാക്ക്, ആ ഉത്തരമേ അതിന് പറയാവൂ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അവരത് ശ്രദ്ധിച്ചില്ല. കാരണം എന്താ, അവര് രണ്ടുപേരും അവിടെ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭദ്രത തകർക്കണം, ഈ വലിയ ജനസഞ്ചയത്തിൽ നിന്ന് അവരുടെ ഇംഗിതത്തിന് വേണ്ടി ആളുകളെ കിട്ടണം, അതിന് ശിർക്കും തൗഹീദും എന്നൊരു വിഷയം ഉണ്ടാക്കണം, എന്നിട്ടൊരു ടീം ശിർക്കിലേക്ക് പോകുന്നു എന്ന് വരുത്തി തീർക്കണം. അതിനുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു ആ സംവാദത്തിലെ നിറം മാറ്റം എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിൽ ഒരിക്കലും പങ്കുചേരാതെ അത് 100% കാപട്യമാണെന്ന് മനസ്സിലാക്കിയ ആ സംവാദത്തിലെ വിഷയാവതാരകനായ നൂറുദ്ദീൻ ലബ്ബാദാരിമി ഇന്നും അവരുടെ കുതന്ത്രത്തിന് കൂട്ടുനിൽക്കാതെ ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു അഭിമുഖം നിങ്ങളൊന്ന് കേട്ടോളൂ. സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹിർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാർക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ സഹീഹായ ഹദീസ് ഉദ്ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും, അപ്പോ അവര് ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി, മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു. സക്കരിയ സ്വലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ, ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ഏൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെ ഇല്ല. ആദർശം, ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ്, ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ ഉണ്ടോ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ യഥാർത്ഥത്തിൽ നന്മ ഉദ്ദേശിക്കുന്ന ഈ മഹത്തായ ആദർശ പ്രബോധന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം, ഇത് പ്രബോധനം ചെയ്യാനെന്ന് ആത്മാർത്ഥതയുള്ള ആളുകളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ സമസ്ത പ്രസ്ഥാനത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആ ഒരു വയോധകനായ പണ്ഡിതന്റെ ഒരു മനസ്സിലുള്ള ഇഖ്ലാസ് പോലും പാരമ്പര്യമായി വെളിച്ചം ലഭിച്ച ഹനീഫ് കായക്കുടിക്കും, അതുപോലെ തന്നെ അതിന് വളരെ മുമ്പേ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് തൗഹീദും ശിർക്കും ഖുറാഫാത്തുകളും ഒക്കെ കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്ത അനസ് മുസ്ലിയാർക്കും ഇല്ലാതെ പോയല്ലോ, അത് ചോർന്നു പോയല്ലോ എന്നതാണ് നമുക്ക് ഈ വിഷയത്തിലുള്ള ഖേദം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാലം എത്രയും മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ആർജവത്തോടുകൂടി മുജാഹിദ് വേദികളിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത
അനസ് മുസ്ലിയാര് അടങ്ങുന്ന ആളുകൾ ഇത് മാറ്റിപ്പറഞ്ഞു ജാമ്യയിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്ത് കരഞ്ഞ് കുമ്പസരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതും ഈ സമസ്തയിലെ ഖുബൂരികൾക്ക് ശിർക്ക് പ്രചരിപ്പിക്കുവാനുള്ള ഒരു വളമായി. എല്ലാം വിവരിട്ട് കൊടുക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ ആ അനസ് മുസ്ലിയാരുടെ തൗബ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. പക്ഷേ അതിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് കേട്ടോളൂ. അത് ജബ്ബാർ മൗലവി എഴുതിയത് ഇങ്ങനെയാണ് സൃഷ്ടികൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചൊടിച്ച് ഈ പാവ സുഹൃത്തുക്കളെ മുജാഹിദ് സുഹൃത്തുക്കളെ പറ്റിച്ച് പ്രസംഗിച്ചിടുന്നു. 6 വർഷം കഴിഞ്ഞപ്പോഴോ അനസ് മൗലവി പറയാ ഞങ്ങൾ അങ്ങനെ പണ്ട് പ്രസംഗിച്ചിട്ടുള്ളൂ, ശരിയാ, മാപ്പ്. എന്ത് പ്രസംഗിച്ചിടുന്നു? ഇപ്പൊ ഇവര് പറയുന്നത് ഒരു ഭാഗം പറയുന്നത് ഷിർക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഷിർക്കാണ് പ്രസംഗിച്ചിടുന്നെങ്കിൽ ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് അറിയായോ? ആരോടാ മാപ്പ് പറയേണ്ടത്? ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയോ? നാടിനെ പ്രസംഗിക്കണ്ടേ? മാപ്പ്. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. ഈ മുസ്തഫ അഷ്റഫി കക്കുംപടി അനസ് മുസ്ലിയാരുടെ തൗബ ഇട്ടുകൊണ്ട് പരിഹസിക്കുമ്പോ അദ്ദേഹം അവർ ഇത്ര കാലവും ജനങ്ങളുടെ മുമ്പിൽ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്ന വലിയൊരു സിദ്ധാന്തം തകർക്കുന്നുണ്ട്. അതെന്താ? ജീവിച്ചിരിക്കുന്നവരോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ഈ കുഫറും ശിർക്കും നിറഞ്ഞ ഈ പ്രസംഗം മരിച്ചുപോയ ഒരുപാട് മുജാഹിദുകൾ കേട്ടുപോയി മരിച്ചിട്ടില്ലേ? അവരോടൊക്കെ മാപ്പ് പറയണ്ടേ? പക്ഷെ മരിച്ചോല് കേൾക്കൂലല്ലോ. അതിന്റെ ഇടയിൽ കൂടെ മൂപ്പരത് സമ്മതിക്കുകയാണ്, മരിച്ചോല് കേൾക്കൂല. അതും കൂടെ കേട്ടോളൂ. 6 കൊല്ലം ഞങ്ങൾ ശിർക്ക് ന്യായീകരിച്ച് പ്രസംഗിച്ചു നടന്നു. മാപ്പാക്കണേ. കഴിഞ്ഞില്ല. എല്ലാ പള്ളിക്ക് പ്രസ്ഥാനം ചെല്ലണ്ടേ? ഈ 6 വർഷത്തിലൊക്കെ മരണപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളുണ്ടാവൂലേ? മാപ്പ്. പക്ഷേ മരിച്ചവർ കേൾക്കൂല, പറയേണ്ട കാര്യമില്ല. എന്ത് ചെയ്യും മുജാഹിദ്? അതല്ല ഷിർക്കല്ലെങ്കിൽ പിന്നെ എന്തിന് സക്കറിയ സലാഹിയെ പുറത്താക്കി? രണ്ടാലൊന്നും തെറ്റല്ലേ? നോക്കുക, അനസ് മൗലവി KNM-ന്റെ ഔദ്യോഗിക നേതാവായിപ്പോ ചമഞ്ഞ രംഗത്ത് വന്നിരിക്കുന്ന അനസ് മൗലവി പറഞ്ഞു ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിച്ചിടുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. എന്ത് തെറ്റുപറ്റിന്ന് പറയണത്? ഷിർക്കാണെന്നുള്ളത് ഞങ്ങൾ ന്യായീകരിച്ചു. ഷിർക്കായിരുന്നു എഴുതിയത്, പക്ഷെ ഞങ്ങൾ ന്യായീകരിച്ച് പ്രസംഗിച്ചിടുന്നു. അപ്പൊ ഇവർക്ക് ആത്മാർത്ഥത്തോട് മനസ്സിലായില്ലേ? തൗഹീദിൽ ആത്മാർത്ഥത്തോട് മനസ്സിലായില്ലേ? കേൾക്കും നിങ്ങൾ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം. ആരോടെ മാപ്പ് വയ്ക്കണം? ആരോടെ മാപ്പ് വെച്ചത്? അള്ളാഹോട് ആദ്യം പറയേണ്ടത്. ഷിർക്ക് പ്രചരിപ്പിക്കാൻ എത്ര തെറ്റാണത്? മാപ്പ് പറഞ്ഞാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? ഷഹാത്തിൽ മുസ്ലിം കൊണ്ടായിരിക്കുന്നത്. ഷിർക്കാണെങ്കിൽ മാപ്പ് നീ പറയട്ടെ. പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. കരയണം, ഭയങ്കര 6 കൊല്ലായി. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുജാഹിദ് പ്രസ്ഥാനം പുലർത്തി പോന്നിട്ടുള്ള ആ ആശയാദർശങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വ്യതിചലിച്ചു പോയിരുന്നു. ഈ കാലം എത്രയും ശിർക്ക് കലർന്ന വിശ്വാസമായിരുന്നു മുജാഹിദുകൾ കൊണ്ടു നടന്നത് എന്ന് യഥാർത്ഥത്തിൽ വ്യന്യമായി സമ്മതിക്കുകയാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു പുതിയ തൗഹീദിയൻ വിശ്വാസത്തിലാണ്. ആ തൗഹീദിയൻ വിശ്വാസം നമ്മൾ അംഗീകരിക്കുമ്പോൾ 971 ഉമ്മർ മൗലവിയുടെ പിന്തുണയോടുകൂടി സൽസബിയിൽ എഴുതപ്പെട്ട ഇതേ വിഷയം. അപ്പൊ അവിടെ നിന്നിട്ട് തുടങ്ങി ശിർക്ക് കലർന്ന വിശ്വാസം മുജാഹിദുകൾ പുലർത്താൻ തുടങ്ങിയിട്ട് അല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു ഈ രൂപത്തിലുള്ള കളികൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ അനസ് മുസ്ലിയാര് കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയുന്നത്? അദ്ദേഹം വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പൊ മടവൂരികളെ കാണുന്നേ ഇല്ല. എല്ലായിടത്തും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മടവൂരികൾ പറഞ്ഞിരുന്നത് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി മടവൂരികൾക്ക് പ്രസക്തി ഉണ്ടോ? ചോദിക്കുന്നത് കേട്ടോളൂ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസ് ആണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ എവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ മടവൂരികളെ? നിങ്ങൾ മടവൂരികളെ കാണുമോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവര് തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു.
ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ, ഞങ്ങൾ കുളിക്കാൻ തയ്യാറാ. എവിടെ മടവൂരി? ഇനി ആരെ പറയാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോടെ പറയാ? സഹോദരങ്ങൾ, എന്തൊരു തൊലിക്കട്ടി! ഈ വിസർജ്യം ഞങ്ങൾ കോരിക്കളയാൻ തയ്യാറാണ്. നിങ്ങൾ കോരിക്കളഞ്ഞിക്കല്ല, നിങ്ങൾ തിന്നിക്കണത്, നിങ്ങൾ തിന്നിക്കാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിഞ്ഞിട്ട് നല്ലൊരു സുന്നാമക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഇളകി അങ്ങോട്ട് പോകാതെ നിങ്ങൾ നന്നാവൂല. കാരണം മടവൂരികള് ഈ രൂപത്തിലെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം എങ്ങനെങ്കിലും ഒന്ന് ആരെങ്കിലും മേത്തൊന്ന് വെച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലം നടത്തി. അവസാനം അത് ഏറ്റെടുത്തിട്ട് ആർജവത്തോടു കൂടി മൂപ്പര് വന്നിട്ട് ചോദിക്കുക, എവിടെ മടവൂരികൾ, എവിടെ മടവൂരികൾ? കാരണം എന്താ, മടവൂരികൾ ഇപ്പോ സഹോദരങ്ങളെ എവിടെയാണെന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അത് എവിടേക്കാണ് എത്തുന്നത് എന്നെല്ലാം ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനീയ ബാലുശ്ശേരി വിശദീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മൂപ്പര് പറയുകയാണെന്ന് ഈ വിസർജ്യമാണ് ഞങ്ങൾ കോരിക്കളഞ്ഞിരുന്നത്. ശരിയാണ്, ആ വിസർജ്യം കോരിക്കളഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് രണ്ടാക്കും നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ. സാധാരണ ഒരു കൂലിപ്പണി എടുത്താല് ഒരു ദിവസം 600 റുപ്യ കൂലി, പക്ഷെ തോട്ടിപ്പണി എടുത്താൽ 7000 റുപ്യാണ് അല്ലേ? അപ്പോ ആ നിലവാരം നിങ്ങൾ ഈ പണി എടുക്കണേൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ മടവൂരികൾക്ക് ഒരു പണിയില്ല. അപ്പൊ എവിടെ മടവൂരികളില്ല? ഇപ്പൊ മടവൂരികൾ രംഗത്ത് വന്നത് ഏത് കോലത്തിലാറിയോ? ഏത് കോലത്തിലാ? ഇവരുണ്ടാക്കിയ ഫിത്തന കൊണ്ട് നമ്മുടെ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൂരി അടങ്ങുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ യഥാർത്ഥ മുജാഹിദിലേക്ക് ഇങ്ങോട്ട് പോരി. ഞാനല്ല പറയുന്നത്, അലിമദനി പറയുന്നത് കേട്ടോളി. മടവൂരികൾ എവിടെയെന്നല്ല ചോദിച്ചത്, കേട്ടോളി. പതിറ്റാണ്ട് എന്നതാണ് നമ്മളുടെ പ്രമേയം. ഒരു പറയപ്പെടാൻ പറ്റിയ ഒരു ന്യായവുമില്ലാതെ അന്യായങ്ങൾ മാത്രം പറഞ്ഞ് ഇല്ലാത്ത ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് ISM-നെ പിരിച്ചുവിടുകയും മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തുകയും ചെയ്ത AP-യും TP-യും അടങ്ങുന്ന നേരത്തെ പേര് പറയപ്പെട്ടവരാണ് ഇതിലെ ഒന്നാമത്തെ പ്രതി. സക്കരിയ അയാൾ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. ഒന്നാം പ്രതികൾ നേരത്തെ പേര് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അവർക്കും മുജാഹിദുകൾ എന്ന് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ല. ഇത് അവരോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരായ മുജാഹിദ് ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ തിരിച്ചറിയണം എന്നതാണ് ഇതിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ കാര്യം വളരെ കൃത്യമായി ഇതിന്റെ 1-ാം തീയതി മുതൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വളരെ കൃത്യമായി സൂചിപ്പിച്ചപ്പോൾ സക്കരിയ സ്വലാഹി അന്ധവിശ്വാസങ്ങളിലേക്കാണ് നയിക്കുന്നത്, ഷിർക്കിലേക്കാണ് നയിക്കുന്നത്, കുഫറിലേക്കാണ് നയിക്കുന്നത് എന്ന് കൃത്യമായി സൂചിപ്പിച്ചപ്പോൾ അന്ന് നമ്മളെ പരിഹസിച്ചവർ എന്താ പരിഹസിച്ചത്? സക്കരിയ വേറെയാണ്, അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, അതുപോലെ തന്നെ സക്കരിയ സ്വലാഹി ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവനാണ് എന്ന് പച്ചക്കള്ളം പറയുന്ന കുബുദ്ധികളെ എന്ന് നാടുനീളെ ഇവർ പ്രസംഗിച്ചു നടന്നു, നമ്മൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ. പക്ഷെ ഇന്ന് യാഥാർത്ഥ്യങ്ങൾ അവർ തുറന്നു പറഞ്ഞ് തൗബ ചെയ്യുകയാണ് അവർ. ഇപ്പൊ ആശങ്കാജനകം അത്രേ. അവനവന്റെ കസാര ഇളകുന്നു കണ്ടപ്പം സക്കരിയന്റെ ഒപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പൊ കസേര ഇളകുന്നു കണ്ടപ്പോൾ ആശങ്കാജനകം. ആരാണ് കുതന്ത്രക്കാർ? തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദുകൾ നേതാക്കന്മാർ മാറിക്കൊള്ളണമെന്നില്ല. അവർക്ക് കോടികളുടെ ആസ്തികളുണ്ട്, മറ്റുള്ള സ്ഥാനമാനങ്ങളുണ്ട്, സൗകര്യങ്ങൾ. കണ്ടോ ഇപ്പൊ സഹോദരങ്ങളെ, മടവൂരികൾ എവിടെയെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ മടവൂരികള് ഇങ്ങോട്ട് പോരൂന്നാ പറയുന്നത്. കാരണം എന്താ? ഞങ്ങൾ കൃത്യമായി ഇത് ശിർക്കാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥത്തിൽ ആരാ? മടവൂരിസമാണ്. അതിന്റെ യഥാർത്ഥ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഇനി ഈ കരിമ്പിലാക്കലും അമീദ് വൈസി അമ്പലക്കടവും ആയിക്കോട്ടെ. കാരണം എന്താ? അവര് പറഞ്ഞു നടന്നത് ഏറ്റെടുത്തു, അവരുടെ വാദത്തിലേക്ക് നിങ്ങൾ എത്തി. അതുവഴി മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ കേരളത്തില് സഹോദരങ്ങളെ ഈ പ്രബോധന മേഖലയിൽ പ്രയാസപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്കൊക്കെ ഇത് നിറം മാറി അങ്ങോട്ട് പറഞ്ഞ് നടന്നു പോയാൽ മതി. ഇതിന് കൃത്യമായി വേർതിരിച്ച് മറുപടി പറയുന്ന ആദർശബോധമുള്ള മുജാഹിദ് പ്രവർത്തകർ എത്രമാത്രമാണ് ഓരോ നാടുകളിലും ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലേ? അപ്പൊ അലിമദനി പറയാണെന്ത്? ഇപ്പൊ യഥാർത്ഥ മുജാഹിദുകൾ ഞങ്ങളാണ് ഇങ്ങോട്ട് പോരൂന്ന്.
എന്നാൽ ഇത് വേശ്യയുടെ ചാരിത്ര പുസ്തകത്തിനേക്കാൾ മോശമാണ്. കാരണം എന്താ, ഇപ്പോഴും ഈ ജബ്ബാർ മൗലവി എഴുതിയത് കുഫ്റൻ വാദമാണ്, ശിർക്കൻ വാദമാണ്, അത് ഏറ്റുപിടിച്ചവരൊക്കെ ശിർക്കിലാണ് എന്നായിരുന്നല്ലോ നിങ്ങൾ വാദിച്ചത്. അതാണല്ലോ ഇവർ ഏറ്റെടുത്തത്. എങ്കിൽ ചോദിക്കട്ടെ, ഇന്നും അതിനേക്കാൾ തീവ്രമായ രൂപത്തില് മറുപടി നൽകിയ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി ഇപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കുകയാണ്. എന്തേ നിങ്ങൾ പുറത്താക്കാത്തത്? എന്തേ നിങ്ങൾ ശിർക്ക് ആരോപിക്കാത്തത്? എന്തേ അദ്ദേഹത്തെ നിരുപാധികം മുശ്രിക്ക് നിങ്ങൾ പറയാത്തത്? എവിടെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോഴും ആ വാദം തിരുത്തിപ്പിച്ചത് ശിർക്കാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടായെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുക്കുക ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ശരിയമുണ്ടത്തെ ന്യായീകരിച്ച് നടക്കുന്ന അലിമദനിയാണ് ഇവിടെ വന്നിട്ട് മന്ത് നമ്മുടെ കാലിലാണെന്ന് പറയുന്നത്. പൊലം മന്തുള്ള ആള്. അത് വ്യക്തമായി നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി വായിച്ച ആ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം വായിച്ചുകൊണ്ട് ഈ അലിമദനി പറയുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കും. ചെറിയ മുണ്ട എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. അപ്പോ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് പ്രത്യേകമായിട്ട് എന്ന് ഉണ്ടെങ്കിൽ ചോദിച്ചോന്നാ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അബ്ദുൽ ജബ്ബാർ മൗലവി പോലും പറഞ്ഞിട്ടില്ല. ചോദിച്ചോളൂ എന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ ചോദിക്കണമെന്നോ ചോദിക്കേണ്ടതാണെന്നോ ഒന്നും തന്നെ അതിലില്ല. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്? ഒരു വിളി എപ്പോഴാണ്, ഒരു തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത്? കാര്യകാരണ ബന്ധത്തിന് അതീതം എന്താണ്, അഭൗതികം എന്താണ്? ഇത് വേർതിരിച്ച് അമിത് വൈസി അമ്പലക്കടവിന്റെ അന്ധവിശ്വാസത്തിന്റെ ലേഖനത്തിന്റെ മുലയൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചെറിയ മുണ്ടത്തിന്റെ ന്യായീകരിക്കുക. കാരണം എന്താ? പുറത്താക്കാനുള്ള തൊലിക്കെട്ടില്ല, ശിർക്ക് ആരോപിക്കാനുള്ള തൊലിക്കെട്ടില്ല. അപ്പോ വീണോർത്ത് കയറുന്ന ഉരുല്ല എന്ന് പറഞ്ഞ മാതിരി മൂപ്പര് ഒപ്പിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? ചെറിയ മുണ്ട് എഴുതിയത് എന്താ? ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. അപ്പൊ ഇനി കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ബോധ്യമാകേണ്ടത്. അത് അലിമദനി എന്ന് പറയട്ടെ. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ജിന്നുകൾക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ ദൂരെ നിന്ന് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറയാണ്, കേട്ടോ. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട്. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞ എന്താ? ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ കഴിവുണ്ടെങ്കിൽ ചോദിച്ചോന്നാ ചെറിയ മുണ്ട പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരാപ്പ കഴിവുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞത്? കൊടുത്ത കഴിവെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞത് അല്ലേ? അതന്നെയല്ല ഇപ്പൊ എല്ലാരും പറഞ്ഞത്. കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ശിർക്കാവൂലാന്നാ പറഞ്ഞത്. ഇവിടെ അനുവദനീയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞു കൊടുത്ത് എന്തായി? കൊടുത്ത കഴിവെന്ന് ചോദിച്ചോളി, അത് ഉണ്ടെങ്കിൽ ചോദിച്ചോളി എന്നാണ്. അപ്പൊ ഉണ്ട് തന്നെ മൂപ്പര് പറഞ്ഞു. അപ്പൊ അത് വൈരുദ്ധ്യം ഒന്ന് മനസ്സിലാകാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഒന്ന് കൂട്ടിക്കേട്ടോ. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേക